സക്സസ് ഫയലിലേക്ക് സ്വാഗതം. PSC ബുള്ളറ്റിൻ കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ നോക്കുന്നത്. മെയ് മാസത്തെ 2 PSC ബുള്ളറ്റിനെയും ജൂൺ 1 PSC ബുള്ളറ്റിൻ, ഇനി 3 PSC ബുള്ളറ്റിൽ നിന്നുമുള്ള കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കുന്നത്. അടുത്ത് വരുന്ന പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർ തീർച്ചയായിട്ടും PSC ബുള്ളറ്റിൻ കറണ്ട് അഫയേഴ്സ് ഫോക്കസ് ചെയ്ത് തന്നെ പഠിക്കുക. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കേരളത്തിന്റെ സ്വപ്ന പദ്ധതിയായ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം മെയ് 2 പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചു, അല്ലെങ്കിൽ കമ്മീഷൻ ചെയ്തു. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചത് ഡേറ്റ് 2025 മെയ് 2 ആണ്. 2025 മെയ് 2 പ്രധാനപ്പെട്ട പോയിന്റാണ്. അടുത്ത ചോദ്യം, ആഗോള കത്തോലിക്ക സഭയുടെ 267ാമത്തെ മാർപ്പാപ്പയായി അമേരിക്കൻ കർദിനാളായ റോബർട്ട് പ്രേവോ തിരഞ്ഞെടുക്കപ്പെട്ടു. അമേരിക്കയിൽ നിന്നുള്ള ആദ്യ മാർപ്പാപ്പയാണ് അദ്ദേഹം. ലിയോ 14 എന്നാകും ഇനി അറിയപ്പെടുക. ഒന്നുകൂടി, ആഗോള കത്തോലിക്ക സഭയുടെ എത്രാമത്തെ മാർപ്പാപ്പയായിട്ടാണ് റോബർട്ട് പ്രേവോ തിരഞ്ഞെടുക്കപ്പെട്ടത്? 267ാമത്തെ മാർപ്പാപ്പ. 267ാമത്തെ മാർപ്പാപ്പ. അമേരിക്കയിൽ നിന്നുമുള്ള ആദ്യത്തെ മാർപ്പാപ്പയാണ് റോബർട്ട് പ്രേവോ. അദ്ദേഹം അറിയപ്പെടുന്നത് ലിയോ 14 എന്നായിരിക്കും. എത്രാമത്തെ മാർപ്പാപ്പയാണെന്നതും എവിടെ നിന്നുള്ള മാർപ്പാപ്പയാണെന്നുള്ളതും എങ്ങനെയാണ് ഇനി അറിയപ്പെടാൻ പോകുന്നത് എന്നും നോട്ട് ചെയ്ത് വയ്ക്കുക. അടുത്ത ചോദ്യം, പഹൽഗാം ഭീകരാക്രമണത്തിന് ഇന്ത്യ നൽകിയ തിരിച്ചടിയാണ് ഓപ്പറേഷൻ സിന്ദൂർ. ഭീകരാക്രമണം നടന്ന സ്ഥലം പഹൽഗാം. സുപ്രീം കോടതിയുടെ 52ാമത് ചീഫ് ജസ്റ്റിസായി ജസ്റ്റിസ് BR ഗവായ് സത്യപ്രതിജ്ഞ ചെയ്തു. ഇപ്പം നിലവിൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? BR ഗവായി ആണ്. BR ഗവായ് എത്രാമത്തെ ചീഫ് ജസ്റ്റിസ് ആണ്? 52ാമത്തെ ചീഫ് ജസ്റ്റിസ് ആണ്. കനേഡിയൻ പ്രധാനമന്ത്രിയായി ലിബറൽ പാർട്ടി നേതാവ് മാർക്ക് കാർണി 4 വർഷത്തേക്ക് കൂടി തിരഞ്ഞെടുക്കപ്പെട്ടു. മാർക്ക് കാർണി കനേഡിയൻ പ്രധാനമന്ത്രിയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. ലേബർ പാർട്ടി നേതാവ് ആന്റണി ആൽബനീസ് ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടു. ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടു. ജർമ്മനിയുടെ 10ാം ചാൻസലറായി കൺസർവേറ്റീവ് പാർട്ടി നേതാവ് ഫ്രീഡ്രിക് മെർസ് തിരഞ്ഞെടുക്കപ്പെട്ടു. ജർമ്മനിയുടെ 10ാമത്തെ ചാൻസലറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ഫ്രീഡ്രിക് മെർസ്. അടുത്ത ചോദ്യം, RBIയുടെ ഡെപ്യൂട്ടി ഗവർണറായി പൂനം ഗുപ്ത നിയമിതനായി. RBIയുടെ നിലവിലെ ഡെപ്യൂട്ടി ഗവർണർ ആരാണ്? പൂനം ഗുപ്ത. മയക്കുമരുന്ന് കടത്തുമായി ബന്ധപ്പെട്ട കേസുകളിൽ ഉൾപ്പെടുന്നവരെ കരുതൽ തടങ്കലിലാക്കുവാനുള്ള നിയമമാണ് പിറ്റ് NDPS എന്നത്. മയക്കുമരുന്ന് കടത്തുമായിട്ട് ബന്ധപ്പെട്ട കേസുകളിൽ ഉൾപ്പെടുന്നവരെ കരുതൽ തടങ്കലിലാക്കുവാനുള്ള നിയമമാണ് പിറ്റ് NDPS എന്നത്. അടുത്തത്, നിപുൺ അഗർവാൾ എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ ചെയർമാനായി നിയമിതനായി. എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ ചെയർമാനായിട്ട് നിയമിതനായത് ആരാണ്? നിപുൺ അഗർവാൾ ആണ്. നിപുൺ അഗർവാൾ എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ ചെയർമാനായിട്ട് നിയമിതനായി. ആന്ധ്രാപ്രദേശിലെ അമരാവതിയിലാണ് ഇന്ത്യയിലെ ആദ്യ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് വില്ലേജ് നിലവിൽ വരുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് വില്ലേജ് നിലവിൽ വരുന്നത് ആന്ധ്രാപ്രദേശിലെ അമരാവതിയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് വില്ലേജ് നിലവിൽ വരുന്നത്. മുംബൈ ഇന്റർനാഷണൽ ക്രൂയിസ് ടെർമിനലാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്രൂയിസ് ടെർമിനൽ.
ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്രൂയിസ് ടെർമിനൽ മുംബൈ ഇന്റർനാഷണൽ ക്രൂയിസ് ടെർമിനലാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്രൂയിസ് ടെർമിനൽ മുംബൈ. ദേവപ്രയാഗ് ജനാസു തുരങ്കമാണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ തുരങ്കം. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ തുരങ്കമാണ് ദേവപ്രയാഗ് ജനാസു തുരങ്കം. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ തുരങ്കമാണ് ദേവപ്രയാഗ് ജനാസു തുരങ്കം. സംസ്ഥാനത്തെ മുഖ്യ വനം മേധാവിയായി രാജേഷ് രവീന്ദർ നിയമിതനായി. രാജേഷ് രവീന്ദ്രൻ സംസ്ഥാനത്തെ മുഖ്യ വനം മേധാവിയായിട്ട് നിയമിതനായത് രാജേഷ് രവീന്ദ്രൻ. ന്യൂഡൽഹിയിലെ മിലിറ്ററി നഴ്സിംഗ് സർവീസിൽ അഡീഷണൽ ഡയറക്ടർ ജനറലായി മലയാളിയായ മേജർ ജനറൽ പി വി ലിസിയമ്മ നിയമിതയായി. പി വി ലിസിയമ്മ ന്യൂഡൽഹിയിലെ മിലിറ്ററി നഴ്സിംഗ് സർവീസിൽ അഡീഷണൽ ഡയറക്ടർ ജനറലായിട്ട് മലയാളിയായ മേജർ ജനറൽ പി വി ലിസിയമ്മ നിയമിതയായി. ആഫ്രിക്കൻ രാജ്യമായ അംഗോളയുടെ പ്രസിഡന്റ് ജാവോ മാനുവൽ ലൊറെൻജോ 4 ദിവസത്തെ ഇന്ത്യ സന്ദർശനത്തിനായിട്ട് ന്യൂഡൽഹിയിലെത്തി. അപ്പം 4 ദിവസത്തെ ഇന്ത്യ സന്ദർശനത്തിനായിട്ട് ന്യൂഡൽഹിയിലെത്തിയ ജാവോ മാനുവൽ ലൊറെൻജോ ഏത് രാജ്യത്തെ പ്രസിഡന്റ് ആണ് എന്ന് ചോദിച്ചാൽ അംഗോളയുടെ പ്രസിഡന്റ് ആണ്. അംഗോളയുടെ പ്രസിഡന്റ്, ആഫ്രിക്കൻ രാജ്യമായ അംഗോളയുടെ പ്രസിഡന്റ് ജാവോ മാനുവൽ ലൊറെൻജോ 4 ദിവസത്തെ ഇന്ത്യ സന്ദർശനത്തിനായിട്ട് ന്യൂഡൽഹിയിലെത്തി. ജോൺ എഫ് കെനഡിയുടെ പേരിലുള്ള ധീരതാ പുരസ്കാരം മുൻ US വൈസ് പ്രസിഡന്റ് മൈക്ക് പെൻസിന്. ജോൺ എഫ് കെനഡിയുടെ പേരിലുള്ള ധീരതാ പുരസ്കാരത്തിന് അർഹനായത് മുൻ US വൈസ് പ്രസിഡന്റ് മൈക്ക് പെൻസ്. 1970 സോവിയറ്റ് യൂണിയൻ ശുക്ര പര്യവേഷണത്തിനായി വിക്ഷേപിച്ച കോസ്മോസ് 482 പേടകത്തിന്റെ ലാൻഡിംഗ് മൊഡ്യൂൾ മെയ് 10 ഭൂമിയിൽ പതിച്ചു. 1970 സോവിയറ്റ് യൂണിയൻ ശുക്ര പര്യവേഷണത്തിനായിട്ട് വിക്ഷേപിച്ച കോസ്മോസ് 482 പേടകം അതിന്റെ ലാൻഡിംഗ് മൊഡ്യൂൾ മെയ് 10 ഭൂമിയിൽ പതിച്ചു. പേടകത്തിന്റെ പേര് കോസ്മോസ് 482. വിക്ഷേപിച്ചത് സോവിയറ്റ് യൂണിയൻ 1970 ശുക്ര പര്യവേഷണത്തിന് വേണ്ടിയിട്ടാണ്. ആ പേടകത്തിന്റെ ലാൻഡിംഗ് മൊഡ്യൂള് ഭൂമിയിൽ പതിച്ചത് മെയ് 10. അടുത്ത ചോദ്യം, ദക്ഷിണേന്ത്യയിലെ ആദ്യ ഓട്ടോമേറ്റഡ് ടെർമിനൽ തുറമുഖമാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം. അപ്പൊ ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഓട്ടോമേറ്റഡ് ടെർമിനൽ തുറമുഖം ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖമാണ്. നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസറി ബോർഡിന്റെ ചെയർമാനായി അലോക് ജോഷി നിയമിതനായി. അലോക് ജോഷി നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസറി ബോർഡിന്റെ ചെയർമാനായിട്ട് നിയമിതനായത് ആരാണ്? അലോക് ജോഷി. ഹൾ 096 ആണ് ലോകത്തിലെ ഏറ്റവും വലിയ വൈദ്യുത കപ്പൽ. ലോകത്തിലെ ഏറ്റവും വലിയ വൈദ്യുത കപ്പൽ ഏതാണ്? ഹൾ 096. അടുത്ത ചോദ്യം, സമർ അബു എലൂഫിനാണ് 2025 വേൾഡ് പ്രസ് ഫോട്ടോ ഓഫ് ദി ഇയർ പുരസ്കാരം. സമർ അബു എലൂഫ് 2025 വേൾഡ് പ്രസ് ഫോട്ടോ ഓഫ് ദി ഇയർ പുരസ്കാരം ലഭിച്ചത് സമർ അബു എലൂഫിനാണ്. ഇരു കൈകളും അറ്റുപോയ പാലസ്തീൻ ബാലനായ മഹ്മൂദ് അജോറിന്റെ ചിത്രമാണ് പുരസ്കാരത്തിന് അർഹമായത്. 2025 വേൾഡ് പ്രസ് ഫോട്ടോ ഓഫ് ദി ഇയർ പുരസ്കാരത്തിന് അർഹമായത് ആര് എന്ന് ചോദിച്ചാൽ സമർ അബു എലൂഫ് ആണ്. പുരസ്കാരം നേടിയ ചിത്രം എന്ന് പറയുന്നത് ഇരു കൈകളും അറ്റുപോയ പാലസ്തീൻ ബാലനായ മഹ്മൂദ് അജോറിന്റെ ചിത്രമാണ്. 2020 ക്രിക്കറ്റിൽ സെഞ്ചുറി നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമാണ് ഇന്ത്യക്കാരനായ വൈഭവ് സൂര്യവംശി.
2020 ക്രിക്കറ്റിൽ സെഞ്ചുറി നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമാണ് ഇന്ത്യക്കാരനായ വൈഭവ് സൂര്യവംശി. 14 വയസ്സും 32 ദിവസവുമായിരുന്നു പ്രായം. 14 വയസ്സും 32 ദിവസവുമായിരുന്നു പ്രായം. രാജസ്ഥാൻ റോയൽസ് താരമായ വൈഭവ് ഗുജറാത്ത് ടൈറ്റൻസിനെതിരെ 35 പന്തിലാണ് സെഞ്ചുറി തികച്ചത്. IPL കളിച്ച ഏറ്റവും പ്രായം കുറഞ്ഞ താരവും വൈഭവാണ്. IPL കളിച്ച ഏറ്റവും പ്രായം കുറഞ്ഞ താരം ആര് എന്ന് ചോദിച്ചാൽ ആരാണ്? വൈഭവ് സൂര്യവംശിയാണ്. പ്രായമായിരുന്നത് 14 വയസ്സ് 32 ദിവസം. ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന്റെ ഭാഗ്യചിഹ്നം ഗജസിംഹ. ഗജസിംഹ. ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന്റെ ഭാഗ്യചിഹ്നമാണ് ഗജസിംഹ. ദക്ഷിണ കൊറിയയിലെ ഗുമിയാണ് ഏഷ്യൻ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിന്റെ വേദി. ഏഷ്യൻ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിന്റെ വേദി ദക്ഷിണ കൊറിയയിലെ ഗുമി. സൂപ്പർ കപ്പ് ഫുട്ബോൾ കിരീടം FC ഗോവയ്ക്ക്. സൂപ്പർ കപ്പ് ഫുട്ബോൾ കിരീടം നേടിയത് FC ഗോവ. FC ഗോവ. ഫൈനലിൽ ജംഷേദ്പൂർ FCയെ എതിരില്ലാതെ 3 ഗോളുകൾക്ക് തകർത്താണ് കിരീടം സ്വന്തമാക്കിയത്. മാഡ്രിഡ് ഓപ്പൺ ടെന്നീസ് കിരീടം ലോക വനിതാ 1-ാം നമ്പർ ആര്യാന സബലെങ്കയ്ക്ക്. ആര്യാന സബലെങ്ക. ഫൈനലിൽ അമേരിക്കയുടെ കോകോ ഗാഫിനെയാണ് ബെലറൂസ് താരം കീഴടക്കിയത്. ബെലറൂസ് താരമാണ് ആര്യാന സബലെങ്ക. മാഡ്രിഡ് ഓപ്പൺ ടെന്നീസ് കിരീടം ലോക വനിതാ 1-ാം നമ്പർ ആര്യാന സബലെങ്ക. ഫൈനലിൽ അമേരിക്കയുടെ കോകോ ഗാഫിനെയാണ് ബെലറൂസ് താരം കീഴടക്കിയത്. ഇന്ത്യൻ ടെസ്റ്റ് ക്രിക്കറ്റ് ക്യാപ്റ്റൻ രോഹിത് ശർമ്മ, മുൻ ക്യാപ്റ്റൻ വിരാട് കോഹ്ലി എന്നിവർ ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചു. അടുത്ത ചോദ്യം, ലേസർ ഉപയോഗിച്ച് ശത്രുവിനെ നേരിടുന്ന സാങ്കേതിക വിദ്യ സ്വന്തമാക്കുന്ന നാലാമത്തെ രാജ്യമായി ഇന്ത്യ. US, റഷ്യ, ചൈന എന്നിവയാണ് നേരത്തെ ഈ സാങ്കേതിക വിദ്യ കൈവശമാക്കിയ രാജ്യങ്ങൾ. ഇന്ത്യയുടെ സ്ഥാനം 4. വൈക്കം ചന്ദ്രശേഖരൻ നായർ സാഹിത്യ പുരസ്കാരം ബൈജു ചന്ദ്രന്. വൈക്കം ചന്ദ്രശേഖരൻ നായർ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് ബൈജു ചന്ദ്രനാണ്. കാട്ടാൽ പുരസ്കാരം കഥാകൃത്ത് T. പത്മനാഭന്. കാട്ടാൽ പുരസ്കാരത്തിന് അർഹനായത് T. പത്മനാഭൻ. മഹാകവി വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ് സ്മാരക പുരസ്കാരം എഴുത്തുകാരിയായ ലഫ്റ്റനന്റ് കേണൽ സോണിയ ചെറിയാന്റെ സ്നോ ലോട്ടസ് എന്ന നോവലിന്. സ്നോ ലോട്ടസ് ആരുടേതാണ്? സോണിയ ചെറിയാന്റെ നോവലാണ് സ്നോ ലോട്ടസ്. മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കുന്നതിന്റെ മുന്നോടിയായി ഹ്യൂമനോയിഡ് റോബോട്ടായ വ്യോമിത്രയെ വൈകാതെ ബഹിരാകാശത്തേക്ക് അയക്കും. അപ്പം മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കുന്നതിന്റെ മുന്നോടിയായിട്ട് ബഹിരാകാശത്ത് അയക്കുന്ന ഹ്യൂമനോയിഡ് റോബോട്ട് ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? വ്യോമിത്രയാണ്. വ്യോമിത്ര. അടുത്ത ചോദ്യം, ജസ്റ്റിസ് ദിനേശ് മഹേശ്വരി 23-ാം നിയമ കമ്മീഷന്റെ അധ്യക്ഷനായി നിയമിതനായി. 23-ാമത്തെ നിയമ കമ്മീഷന്റെ അധ്യക്ഷനായിട്ട് നിയമിതനായത് ജസ്റ്റിസ് ദിനേശ് മഹേശ്വരി. ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ എക്സ്പോർട്ട് ഓർഗനൈസേഷന്റെ പ്രസിഡന്റായി SC റൽഹാൻ ചുമതലയേറ്റു. ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ എക്സ്പോർട്ട് ഓർഗനൈസേഷന്റെ പ്രസിഡന്റായിട്ട് ചുമതലയേറ്റത് FC റൽഹാൻ. ഫ്രെഡ് ഡാരിങ്ടൺ സാൻഡ് മാസ്റ്റർ അവാർഡ് നേടുന്ന ആദ്യ ഇന്ത്യക്കാരനാണ് സുദർശൻ പട്നായക്. ഫ്രെഡ് ഡാരിങ്ടൺ സാൻഡ് മാസ്റ്റർ അവാർഡ് നേടുന്ന ആദ്യ ഇന്ത്യക്കാരൻ സുദർശൻ പട്നായക്. അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ് ഹ്രസ്വ സന്ദർശനത്തിനായി ഇന്ത്യയിലെത്തി. ആരാണ് അമേരിക്കൻ വൈസ് പ്രസിഡന്റ്
JD Vance. 2 ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സൗദിയിലെത്തി. സംസ്ഥാനത്തിന്റെ 50ാമത്തെ ചീഫ് സെക്രട്ടറിയായിട്ട് ഡോക്ടർ എ ജയതിലക് ചുമതലയേൽക്കും. 50ാമത്തെ ചീഫ് സെക്രട്ടറിയായിട്ട് ചുമതലയേറ്റത് ആരാണ്? ഡോക്ടർ എ ജയതിലക് ആണ്. ഇപ്പം നിലവിലെ സംസ്ഥാനത്തിന്റെ ചീഫ് സെക്രട്ടറി ആരാണ്? ഡോക്ടർ എ ജയതിലക് ആണ്. ഡോക്ടർ എ ജയതിലക്. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യ നടത്തിയ വ്യോമാഭ്യാസ ശക്തി പ്രകടനമാണ് ആക്രമൺ. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യ നടത്തിയ വ്യോമാഭ്യാസ ശക്തി പ്രകടനം ആക്രമൺ. ആണവ അന്തർവാഹിനികൾക്കും യുദ്ധക്കപ്പലുകൾക്കുമായി ഇന്ത്യയിൽ പുതിയ സബ്മറൈൻ നേവൽ ബേസ് നിർമ്മിക്കുന്നത് ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്തിനടുത്താണ്. പ്രോജക്റ്റ് വർഷ എന്നാണ് പദ്ധതിയുടെ പേര്. പദ്ധതിയുടെ പേരെന്താണ്? പ്രോജക്റ്റ് വർഷം. ആണവ അന്തർവാഹിനികൾക്കും യുദ്ധക്കപ്പലുകൾക്കുമായിട്ട് ഇന്ത്യയിൽ പുതിയ സബ്മറൈൻ നേവൽ ബേസ് വരുന്നത് എവിടെയാണ്? ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്താണ്. ഈ പ്രോജക്റ്റിന്റെ പേര് എന്താണ്? പ്രോജക്റ്റ് വർഷം. അടുത്തത്, ആഗോള കത്തോലിക്ക സഭയുടെ 266 മാർപ്പാപ്പയായിരുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പ കാലം ചെയ്തു. ഹോർഹെ മാരിയോ ബെർഗ്ലോഗ്ലിയ. ആഗോള കത്തോലിക്ക സഭയുടെ 266ാമത്തെ മാർപ്പാപ്പയായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ. 1994 മുതൽ 2003 വരെ ISRO ചെയർമാനായിരുന്ന പ്രമുഖ ബഹിരാകാശ ശാസ്ത്രജ്ഞൻ ഡോക്ടർ കെ കസ്തൂരിരംഗൻ അന്തരിച്ചു. 2000 പത്മവിഭൂഷൺ ലഭിച്ചിട്ടുണ്ട്. 1994 മുതൽ 2003 വരെ ISRO ചെയർമാനായിരുന്നത് ആരാണ്? ഡോക്ടർ കെ കസ്തൂരിരംഗനാണ്. അദ്ദേഹം അന്തരിച്ചു. 2000 പത്മവിഭൂഷൺ ലഭിച്ചിട്ടുണ്ട്. മലയാള സിനിമയെ ലോക തിരശീലയിൽ എത്തിച്ച ചലച്ചിത്രകാരൻ ഷാജി എൻ കരുൺ അന്തരിച്ചു. സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷന്റെ ചെയർമാനായിരുന്നു ഷാജി എൻ കരുൺ. പ്രശസ്ത കഥക് നർത്തകിയും നൃത്ത സംവിധായകയുമായ കുമുദിനി ലാഘിയ കഥക് നർത്തകിയായിരുന്നു, നൃത്ത സംവിധായകയായിരുന്നു. അന്തരിച്ചു. കുമുദിനി ലാഘിയ. അന്താരാഷ്ട്ര പ്രശസ്തനായ ചലച്ചിത്രകാരൻ ഡോക്ടർ MGS നാരായണൻ അന്തരിച്ചു. MGS നാരായണൻ. തെലങ്കാനയുടെ വൃക്ഷ മനുഷ്യൻ എന്നറിയപ്പെട്ടിരുന്ന ധാരിപ്പള്ളി രാമയ്യ അന്തരിച്ചു. തെലങ്കാനയുടെ വൃക്ഷ മനുഷ്യൻ എന്നറിയപ്പെട്ടിരുന്നത് ആരാണ്? ധാരിപ്പള്ളി രാമയ്യയാണ്. ധാരിപ്പള്ളി രാമയ്യ. തെലങ്കാനയുടെ വൃക്ഷ മനുഷ്യൻ എന്നറിയപ്പെട്ടിരുന്നത് ധാരിപ്പള്ളി രാമയ്യ. ലോക പ്രശസ്ത പെറുവിയൻ സാഹിത്യകാരൻ മാരിയോ വർഗാസ് യോസ അന്തരിച്ചു. 2010 സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചിട്ടുണ്ട്. മാരിയോ വർഗാസ് യോസ. പ്രമുഖ ഭൗതിക ശാസ്ത്രജ്ഞൻ ഡോക്ടർ രഞ്ജിത്ത് നായർ അന്തരിച്ചു. ഇന്ത്യൻ ആൻജിയോപ്ലാസ്റ്റിയുടെ പിതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പ്രശസ്ത ഹൃദയ ചികിത്സാ വിദഗ്ധൻ ഡോക്ടർ മാത്യു സാമുവൽ കളരിക്കൽ. ഇന്ത്യൻ ആൻജിയോപ്ലാസ്റ്റിയുടെ പിതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ആരാണ്? ഡോക്ടർ മാത്യു സാമുവൽ കളരിക്കൽ. ചോദിക്കാം, ഇന്ത്യൻ ആൻജിയോപ്ലാസ്റ്റിയുടെ പിതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ടിരുന്ന ഹൃദയ ചികിത്സാ വിദഗ്ധൻ അടുത്തിടെ അന്തരിച്ചു. അദ്ദേഹത്തിന്റെ പേര് ഡോക്ടർ മാത്യു സാമുവൽ കളരിക്കൽ. അടുത്തത്, ഈ വർഷത്തെ പത്മപ്രഭ സാഹിത്യ പുരസ്കാരം ആലങ്കോട് ലീലാകൃഷ്ണൻ. ഈ വർഷത്തെ പത്മപ്രഭ സാഹിത്യ പുരസ്കാരം പ്രധാനപ്പെട്ടതാണ്. ഈ വർഷത്തെ പത്മപ്രഭ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് ആലങ്കോട് ലീലാകൃഷ്ണൻ. 75,000 രൂപയും പ്രശംസാപത്രവും പത്മരാഗ കല്ലുപതിച്ച ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം.
മലയാള സാഹിത്യത്തിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള പ്രൊഫസർ പി രഘുരാമൻ നായർ ട്രസ്റ്റിന്റെ സാഹിത്യ പുരസ്കാരം കെ ജയകുമാറിന്. പ്രൊഫസർ കെടാക്കുളം കരുണാകരൻ പുരസ്കാരം കെ ജയകുമാറിന്. പ്രഥമ MP വീരേന്ദ്രകുമാർ സ്മാരക ദേശീയ പുരസ്കാരം അപ്പിക്കോ പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ പാണ്ഡുരംഗ ഹെഡ്ഗെയ്ക്ക്. പ്രഥമ MP വീരേന്ദ്രകുമാർ സ്മാരക ദേശീയ പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? പാണ്ഡുരംഗ ഹെഡ്ഗെയാണ്. അപ്പിക്കോ പ്രസ്ഥാനത്തിന്റെ സ്ഥാപകനാണ് പാണ്ഡുരംഗ ഹെഡ്ഗെ. പ്രധാനപ്പെട്ടതാണ്. ജന്മഭൂമി പുരസ്കാരം KS ചിത്രയ്ക്ക് 1,00,000 രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. ഇന്ത്യൻ ഷൂട്ടിംഗ് ടീമിന്റെ മുഖ്യ പരിശീലകനായിരുന്ന പ്രൊഫസർ സണ്ണി തോമസ് അന്തരിച്ചു. 2002 രാജ്യം ദ്രോണാചാര്യ പദവി നൽകി ആദരിച്ചിരുന്നു. അപ്പോൾ ചോദിക്കാം, 2022 2002 രാജ്യം ദ്രോണാചാര്യ പദവി നൽകി ആദരിച്ച പ്രശസ്ത ഷൂട്ടിംഗ് ടീം പരിശീലകൻ അന്തരിച്ചു. പ്രശസ്ത ഷൂട്ടിംഗ് ടീമിൻ്റെ മുഖ്യ പരിശീലകൻ അന്തരിച്ചു. ആരാണ്? പ്രൊഫസർ സണ്ണി തോമസ് ആണ്. അല്ലെങ്കിൽ സണ്ണി തോമസ് ഏത് മേഖലയിലായിരുന്നു പ്രശസ്തൻ? ഏത് മേഖലയാണ്? ഷൂട്ടിംഗ് ആണ്. മുൻ കേന്ദ്രമന്ത്രി ഗിരിജ വ്യാസ് അന്തരിച്ചു. ഗിരിജ വ്യാസ്. സാക്ഷരതാ പ്രവർത്തകയും പത്മശ്രീ ജേതാവുമായ KV റാബ്രിയ അന്തരിച്ചു. കർണാടക സംഗീതജ്ഞ ഗോമതി ചിദംബരം അന്തരിച്ചു. ഗോമതി ചിദംബരം കർണാടക സംഗീതജ്ഞയായിരുന്നു. അടുത്തത് ഫിലിം ക്രിട്ടിക്സ് അവാർഡ് 2025 ആണ്. ഫിലിം ക്രിട്ടിക്സ് അവാർഡ് 2025 മികച്ച സിനിമ ഏതാണ്? ഫെമിനിച്ചി ഫാത്തിമ മികച്ച സിനിമ. മികച്ച സംവിധായിക ഇന്ദുലക്ഷ്മിയാണ്. ഇന്ദുലക്ഷ്മി. മികച്ച നടൻ ടോവിനോ തോമസ്. ഇപ്പോൾ 2025 ഫിലിം ക്രിട്ടിക്സ് അവാർഡ് നേടിയ മികച്ച നടൻ ആര് എന്ന് ചോദിച്ചാൽ ടോവിനോ തോമസ്. മികച്ച സിനിമ ഫെമിനിച്ചി ഫാത്തിമ. മികച്ച സംവിധായക ഇന്ദുലക്ഷ്മി. ഇനി മികച്ച നടി ആരൊക്കെയാണ്? നസ്രിയ നസീമും റീമ കല്ലിങ്കലുമാണ്. നസ്രിയ നസീം, റീമ കല്ലിങ്കൽ. ചലച്ചിത്ര രത്നം പുരസ്കാരം വിജയകൃഷ്ണൻ. ക്രിട്ടിക്സ് റൂബി ജൂബിലി അവാർഡിന് അർഹനായത് ജഗദീഷാണ്. മികച്ച പിന്നണി ഗായകൻ മധു ബാലകൃഷ്ണൻ. പിന്നണി ഗായിക വൈക്കം വിജയലക്ഷ്മി. 2025 ഫിലിം ക്രിട്ടിക്സ് അവാർഡിൽ മികച്ച പിന്നണി ഗായികയായത് ആര് എന്ന് ചോദിച്ചാൽ ആരാണ്? വൈക്കം വിജയലക്ഷ്മിയാണ്. അടുത്തത് ISL കിരീടം മോഹൻ ബഗാൻ. ISL കിരീടം മോഹൻ ബഗാൻ ഫൈനലിൽ ബംഗളൂരു FC ആണ് തോൽപ്പിച്ചത്. ATP മാസ്റ്റേഴ്സ് 1000 ടെന്നീസ് വിജയിയാകുന്ന പ്രായമേറിയ താരമാണ് രോഹൻ ബൊപ്പണ്ണ. അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിൽ മാർച്ചിലെ പ്ലെയർ ഓഫ് ദി മന്ത് പുരസ്കാരം ശ്രേയസ് അയ്യർക്ക്. മാർച്ചിലെ പ്ലെയർ ഓഫ് ദി മന്ത് പുരസ്കാരത്തിന് അർഹനായതാരാണ്? ശ്രേയസ് അയ്യർ. ഫിഡെ വനിതാ ഗ്രാൻഡ് പ്രീ ചെസ്സിൽ ഇന്ത്യയുടെ കൊനേരു ഹംപി കിരീടം ചൂടി. കൊനേരു ഹംപി. ചൈനയുടെ ജു വെൻജുൻ ലോക വനിതാ ചെസ് ചാമ്പ്യൻ. ചൈനയുടെ ജു വെൻജുൻ. ടെന്നീസ് ഇതിഹാസം റാഫേൽ നഡാലിനും പോൾ വോൾട്ട് താരം അർമാൻഡ് ഡ്യൂപ്ലാന്റീസിനും ജിംനാസ്റ്റിക് താരം സിമോൺ ബൈൽസിനും ലോറസ് പുരസ്കാരം. അപ്പം ലോറസ് പുരസ്കാരത്തിന് അർഹരായത് ആരൊക്കെയാണ്? ടെന്നീസ് ഇതിഹാസം റാഫേൽ നഡാൽ, പോൾ വോൾട്ട് താരം അർമാൻഡ് ഡ്യൂപ്ലാന്റീസ്, ജിംനാസ്റ്റിക് താരം സിമോൺ ബൈൽസ്. പേര് ഓർത്ത് വയ്ക്കണം. ലോറസ് പുരസ്കാരത്തിന് അർഹരായവർ. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ഫുട്ബോളിൽ ലിവർപൂൾ ചാമ്പ്യന്മാരായി. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ഫുട്ബോളിൽ ചാമ്പ്യന്മാരായത് ലിവർപൂൾ ആണ്. അടുത്തത് പ്രധാനപ്പെട്ട പോയിന്റാണ്. അജയ് കുമാർ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷന്റെ ചെയർമാനായിട്ട് സ്ഥാനമേറ്റു.
ഇപ്പം യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ നിലവിലെ കമ്മീഷൻ ചെയർമാൻ ആരാണ്? അജയ് കുമാറാണ്. അജയ് കുമാർ. OM ശാലീന കേരള ഹൈക്കോടതി ഡെപ്യൂട്ടി സോളിസിറ്റർ ജനറലായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വനിതയാണ് OM ശാലീന. 13 വയസ്സിനിടെ 2 ചിഹ്നഗ്രഹങ്ങളെ കണ്ടെത്തി പ്രശസ്തനായ മലയാളി ബാലനാണ് കാസർഗോഡ് സ്വദേശിയായ സൂര്യനാരായണൻ. 13 വയസ്സിനിടെ 2 ചിഹ്നഗ്രഹങ്ങളെയാണ് കണ്ടെത്തിയത്. കാസർഗോഡ് സ്വദേശിയായ ബാലനാണ് സൂര്യനാരായണൻ. ലോറൻസ് വോങ് സിംഗപ്പൂർ പ്രധാനമന്ത്രിയായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടു. തിരഞ്ഞെടുക്കപ്പെട്ടത് ലോറൻസ് വോങ്. 2025 മാനവ വികസന സൂചികയിൽ ഇന്ത്യക്ക് 130-ാം സ്ഥാനം. ഐസ്ലാൻഡാണ് 1-ാം സ്ഥാനത്ത്. 2025 മാനവ വികസന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 130-ാമത്തെ സ്ഥാനമാണ്. 1-ാം സ്ഥാനം ഐസ്ലാൻഡ്. ഇന്ത്യയിൽ പ്രവർത്തനം ആരംഭിക്കുന്ന ആദ്യ US സർവകലാശാലയാണ് ഇല്ലിനോയ്സ് ടെക്നോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി. മുംബൈയിലായിരിക്കും പ്രവർത്തിക്കുക. ഇന്ത്യയിൽ പ്രവർത്തനം ആരംഭിക്കുന്ന ആദ്യ US സർവകലാശാലയാണ് ഇല്ലിനോയ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി. പ്രവർത്തനം ആരംഭിക്കുന്നത് മുംബൈയിലായിരിക്കും. ആഗോള മാധ്യമ സ്വാതന്ത്ര്യ സൂചികയിൽ ഇന്ത്യക്ക് 151-ാമത്തെ സ്ഥാനം. ഫിൻലാൻഡാണ് 1-ാം സ്ഥാനം. ആഗോള മാധ്യമ സ്വാതന്ത്ര്യ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 151, ഫിൻലാൻഡ് 1-ാം സ്ഥാനം. റൊമാനിയൻ പ്രസിഡന്റായി നിഗുസോർ ഡാൻ തിരഞ്ഞെടുക്കപ്പെട്ടു. റൊമാനിയൻ പ്രസിഡന്റ്. പാകിസ്ഥാനിൽ നിന്ന് പൂർണ്ണ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ച് ബലൂചിസ്ഥാൻ. അരുണാബ ഘോഷ് UN കാലാവസ്ഥാ സമ്മേളനത്തിന്റെ ദക്ഷിണേന്ത്യൻ പ്രതിനിധിയായിട്ട് നിയമിതനായി. അരുണാബ ഘോഷ് UN കാലാവസ്ഥാ സമ്മേളനത്തിന്റെ ദക്ഷിണേഷ്യൻ പ്രതിനിധിയായിട്ട് നിയമിതനായതാരാണ്? അരുണാബ ഘോഷ്. കൊട്ടാരക്കരയാണ് 6ാമത് രാജ്യാന്തര വനിതാ ചലച്ചിത്രമേളയുടെ വേദി. 6ാമത് രാജ്യാന്തര വനിതാ ചലച്ചിത്രമേളയുടെ വേദി കൊട്ടാരക്കര. മധ്യപ്രദേശിലെ ഇൻഡോർ യാചകമുക്ത നഗരമായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടു. പ്രഖ്യാപിക്കപ്പെട്ടത് ഇൻഡോറാണ്. മധ്യപ്രദേശിലെ ഇൻഡോർ. പ്രമുഖ നടൻ മോഹൻലാലിന്റെ ജീവചരിത്രം മുഖരാഗം എന്ന പേരിൽ പ്രസിദ്ധീകരിക്കുന്നു. മോഹൻലാലിന്റെ ജീവചരിത്രമാണ് മുഖരാഗം എന്ന പേരിൽ പ്രസിദ്ധീകരിക്കുന്നത്. നഗരസഭാ പ്രദേശങ്ങളിൽ തണൽ മരങ്ങളും ഫലവൃക്ഷത്തൈകളും നട്ടുപിടിപ്പിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് ആസൂത്രണം ചെയ്ത് രാജ്യമൊട്ടാകെ സംഘടിപ്പിക്കുന്ന ക്യാമ്പയിനാണ് വിമൺ ഫോർ ട്രീ ഹരിത നഗരം. ഡ്രോൺ ആക്രമണങ്ങളെ ചെറുക്കാൻ തദ്ദേശീയമായി നിർമ്മിച്ച ഹ്രസ്വദൂര മിസൈലായ ഭാർഗവാസ്ത്ര വിജയകരമായിട്ട് പരീക്ഷിച്ചു. ഡ്രോൺ ആക്രമണങ്ങളെ ചെറുക്കാനായിട്ട് ഇന്ത്യ തദ്ദേശീയമായിട്ട് നിർമ്മിച്ച ഹ്രസ്വദൂര മിസൈൽ ഏതാണ്? ഭാർഗവാസ്ത്ര. ലോകത്തിലെ ഏറ്റവും വലിയ കൊടുമുടിയായ എവറസ്റ്റ് 31-ാം തവണയും എത്രാമത്തെ പ്രാവശ്യമാണ്? 31-ാം തവണയും കീഴടക്കി നേപ്പാളി ഷെർപ്പ കാമി റീത്ത ഏറ്റവും കൂടുതൽ തവണ എവറസ്റ്റ് കീഴടക്കുന്ന വ്യക്തിയായി തുടരുന്നു. ഏറ്റവും കൂടുതൽ തവണ എവറസ്റ്റ് കീഴടക്കുന്ന വ്യക്തി കാമി റീത്തയാണ്. എത്രാമത്തെ പ്രാവശ്യമാണ്? 31-ാമത്തെ തവണ. 51-ാം വയസ്സിൽ 19-ാം തവണ എവറസ്റ്റ് കയറി ഏറ്റവും കൂടുതൽ തവണ എവറസ്റ്റ് കയറിയ ഷെർപ്പ വിഭാഗത്തിൽപ്പെടാത്ത ആളെന്ന നേട്ടം സ്വന്തമാക്കി ഇംഗ്ലണ്ടുകാരനായ കെൻറ്റൺ കോൾ. ചോൺസിൻ ആങ് മോയാണ് എവറസ്റ്റ് കീഴടക്കിയ കാഴ്ച പരിമിതിയുള്ള ആദ്യ ഇന്ത്യൻ വനിത. എവറസ്റ്റ് കീഴടക്കിയ കാഴ്ച പരിമിതിയുള്ള ആദ്യത്തെ ഇന്ത്യൻ വനിത ചോൺസിൻ ആങ് മോ. അന്താരാഷ്ട്ര പ്രശസ്തനായ പ്രമുഖ ജ്യോതിശാസ്ത്രജ്ഞൻ ഡോക്ടർ ജയന്ത് വിഷ്ണു നാർലിക്കർ അന്തരിച്ചു.
രാജ്യത്തെ പ്രമുഖ ആണവ ശാസ്ത്രജ്ഞനും ആണവോർജ കമ്മീഷൻ മുൻ ചെയർമാനുമായിരുന്ന ഡോക്ടർ M.R. ശ്രീനിവാസൻ അന്തരിച്ചു. രാജ്യത്തെ പ്രമുഖ ആണവ ശാസ്ത്രജ്ഞനും ആണവോർജ കമ്മീഷൻ മുൻ ചെയർമാനുമായിരുന്ന വ്യക്തി അടുത്തിടെ അന്തരിച്ചു. ആരാണ് എന്ന് ചോദിച്ചാൽ ആരാണ്? ഡോക്ടർ M.R. ശ്രീനിവാസൻ. ആധുനിക യുറഗ്വേയുടെ ശില്പി എന്നറിയപ്പെടുന്ന മുൻ പ്രസിഡന്റ് ഹൊസെ മുഹിഗ അന്തരിച്ചു. ആദ്യ സന്തോഷ് ട്രോഫി നേടിയ കേരള ടീം അംഗമായിരുന്ന A. നജീമുദ്ദീൻ അന്തരിച്ചു. ആദ്യത്തെ സന്തോഷ് ട്രോഫി കേരള ടീം അംഗമായിരുന്ന വ്യക്തി അടുത്തിടെ അന്തരിച്ചു. ആര്? A. നജീമുദ്ദീൻ. അടുത്ത ചോദ്യം, ഈ വർഷത്തെ അന്താരാഷ്ട്ര ബുക്കർ സമ്മാനം കന്നഡ സാഹിത്യകാരി ഭാനു മുഷ്താഖിന്റെ 12 ചെറുകഥകളുടെ സമാഹാരമായ ഹാർട്ട് ലാമ്പ്. ചെറുകഥയുടെ പേര് ഹാർട്ട് ലാമ്പ്. ഈ വർഷത്തെ അന്താരാഷ്ട്ര ബുക്കർ സമ്മാനം നേടിയത് കന്നഡ സാഹിത്യകാരി മാനു മുഷ്താഖാണ്. മാനു മുഷ്താഖിന്റെ 12 ചെറുകഥകളുടെ സമാഹാരമായ ഹാർട്ട് ലാമ്പിനാണ് പുരസ്കാരം ലഭിച്ചത്. ഭാനു മുഷ്താഖ്. ONV സാഹിത്യ പുരസ്കാരം കവി പ്രഭാവർമ്മയ്ക്ക്. ONV സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് പ്രഭാവർമ്മയാണ്. 3 ലക്ഷം രൂപയും ശില്പവും പ്രശസ്തി പത്രവും. വൈഷ്ണവം സാഹിത്യ പുരസ്കാരം ശ്രീകുമാരൻ തമ്പിക്ക്. ശ്രീകുമാരൻ തമ്പി. 1,11,111 രൂപയും ഫലകവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. അടുത്തത് 2025 മാധവിക്കുട്ടി പുരസ്കാരം സുഭാഷ് ചന്ദ്രന്. മാധവിക്കുട്ടി പുരസ്കാരം സുഭാഷ് ചന്ദ്രന്. MP വീരേന്ദ്രകുമാർ കർമ്മശ്രേഷ്ഠ പുരസ്കാരം ചാരുപാറ രവിക്ക്. ചാരുപാറ രവി. പ്രഥമ ഹെർമൻ ഗുണ്ടട്ട് പുരസ്കാരം ഡോക്ടർ വള്ളിക്കാവ് മോഹൻദാസിന്. പ്രഥമ ഹെർമൻ ഗുണ്ടട്ട് പുരസ്കാരത്തിന് അർഹനായത് വള്ളിക്കാവ് മോഹൻദാസ്. ഗായകൻ ബിജു നാരായണന് കലാരത്ന പുരസ്കാരം. ബിജു നാരായണന്. തപസ്യ കലാ സാഹിത്യവേദിയുടെ മാടമ്പ് കുഞ്ഞുകുട്ടൻ സ്മാരക പുരസ്കാരം സാഹിത്യ നിരൂപകൻ ആശാ മേനോന്. ഇന്ത്യൻ ടെസ്റ്റ് ക്രിക്കറ്റ് ടീമിന്റെ പുതിയ ക്യാപ്റ്റനായിട്ട് നിയമിതനായത് ശുഭ്മാൻ ഗില്ലിയാണ്. ശുഭ്മാൻ ഗില്ലി. ഇറ്റാലിയൻ ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് കിരീടം സ്പെയിനിന്റെ കാർലോസ് അൽക്കാരസിന്. ഫൈനലിൽ ഇറ്റലിയുടെ യാനിക് സിന്നറിനെയാണ് അൽക്കാരാസ് പരാജയപ്പെടുത്തിയത്. ഇറ്റാലിയൻ ഓപ്പൺ ടെന്നീസ് വനിതാ സിംഗിൾസ് കിരീടം ജാസ്മിൻ പൗളിനി. ഫൈനലിൽ അമേരിക്കയുടെ കോഗോ ഗാഫിനെയാണ് ജാസ്മിൻ പരാജയപ്പെടുത്തിയത്. പ്രമുഖ ജാവലിൻ താരം നീരജ് ചോപ്രയ്ക്ക് ടെറിട്ടോറിയൻ ആർമിയിൽ ലഫ്റ്റനന്റ് കേണൽ പദവി. ടെറിട്ടോറിയൻ ആർമിയിൽ ലഫ്റ്റനന്റ് കേണൽ പദവി ലഭിച്ച പ്രശസ്ത ജാവലിൻ ത്രോ താരം ആരെയെന്ന് ചോദിച്ചാൽ നീരജ് ചോപ്രയാണ്. നീരജ് ചോപ്ര. ജാവലിൻ ത്രോയിൽ 90 മീറ്റർ കടക്കുന്ന ആദ്യ ഇന്ത്യൻ താരമായ നീരജ് ചോപ്ര. എത്രയാണ്? 90 മീറ്റർ. സാഫ് അണ്ടർ 19 ഫുട്ബോൾ കിരീടം ഇന്ത്യക്ക്. സാഫ് അണ്ടർ 19 ഫുട്ബോൾ കിരീടം ഇന്ത്യ. ഫൈനലിൽ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ ബംഗ്ലാദേശിനെ 4-3 കീഴടക്കി. അരുണാചൽ പ്രദേശായിരുന്നു സാഫ് അണ്ടർ 19 ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് വേദി. സൂപ്പർ ക്ലാസിക് ചെസ്സിൽ ഇന്ത്യയുടെ R. പ്രജ്ഞാനന്ദ ചാമ്പ്യൻ. സൂപ്പർ ക്ലാസിക് ചെസ്സിൽ. ശ്രീലങ്കൻ താരം ഏഞ്ചലോ മാത്യൂസ് ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചു. ചൈനയിലെ ഹാങ് ഷൂവിലാണ് ലോകത്തെ ആദ്യ ഹ്യൂമനോയിഡ് റോബോട്ട് ഫൈറ്റിംഗ് ആരംഭിച്ചത്. രാജ്യത്തെ ആദ്യത്തെ ഹ്യൂമനോയിഡ് ഫൈറ്റിംഗ് റോബോട്ട് ചൈനയിലെ ഹാങ് ഷൂവിലാണ് ആരംഭിച്ചത്. ജിമ്മി കോണേഴ്സ്, റോജർ ഫെഡറർ എന്നിവർക്ക് ശേഷം പുരുഷ ടെന്നീസിൽ 100 കിരീടങ്ങൾ നേടിയ താരമായി നോവാക് ജോക്കോവിച്ച്. ആർക്ക് ശേഷമാണ്? ജിമ്മി കോണേഴ്സ്, റോജർ ഫെഡറർ എന്നിവർക്ക് ശേഷം പുരുഷ ടെന്നീസിൽ 100 കിരീടങ്ങൾ നേടിയ താരം ആരാണ്? നോവാക് ജോക്കോവിച്ച് ആണ്. മെയ് ജൂൺ മാസങ്ങളിലായുള്ള PSC ബുള്ളറ്റിൽ നിന്നുമുള്ള കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കിയത്.
ഓരോ പോയിന്റും ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. പ്രത്യേകം നോട്ട് എഴുതി പ്രിപ്പയർ ചെയ്ത് വെക്കുക. റിവിഷൻ ടൈമിൽ യൂസ്ഫുൾ ആയിരിക്കും. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്